ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി ദിവാലി സ്പെഷ്യൽ ബേസൻ ലഡു എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 3/4 കപ്പ് പഞ്ചസാരയും 5 ഏലക്കായും പൊടിച്ചത്, 1/2 കപ്പ് നെയ്യ്, 30 ഗ്രാം വറുത്ത അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത്, 1 കപ്പ് കടലമാവ്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യമായി അടുപ്പ് കത്തിച്ച് പാൻ ചൂടാക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇത് തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഇത് കുക്ക് ചെയ്യേണ്ടത്. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കട്ടയൊന്നും വരാതെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കാം. ഇത് ഏകദേശം ഒരു 25 മിനിറ്റോളം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കട്ടയൊന്നും വരാതെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് തണുപ്പിക്കാം. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞു. നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വറുത്ത അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ വെള്ളമായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കടലമാവ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഓരോ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ് ബേസൻ ലഡു. അപ്പം ഈ വട്ടത്തെ ദിവാലിക്ക് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.